ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് റൗണ്ട് നെക്കിൽ പൈപ്പിംഗ് വെക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അതിനാദ്യം ക്രോസ് പീസ് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് വീതിക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ നീളം തികയാത്തതുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരേ പീസിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജോയിൻ്റ് ഒന്നും ഇല്ലാതെ ഒന്നും കൂടി ഭംഗിയിൽ കിട്ടും. പിന്നെ ക്രോസ് പീസ് നല്ല ക്രോസ് ആയിട്ട് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. സ്ട്രൈറ്റ് പീസ് ഒരിക്കലും പൈപ്പിങ്ങിന് എടുക്കരുത്. അപ്പോൾ ഇതിങ്ങനെ ജോയിൻ ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ പൈപ്പിംഗ് ഏത് ക്ലോത്തിലാണോ വെക്കാൻ പോകുന്നത് ആ ക്ലോത്തിൻ്റെ നല്ല വശവും പൈപ്പിങ്ങിൻ്റെ പീസ് എടുത്തിട്ടുണ്ടല്ലോ ക്രോസ് പീസ്, അതിൻ്റെ നല്ല ഭാഗവും ഒരേ മാതിരി വരണം കേട്ടോ. നല്ല വശവും നോക്കി വെച്ചിട്ട് ചീത്ത വശം മുകളിലേക്ക് വരുന്ന പോലെ വെക്കുക. എന്നിട്ട് നമ്മളെപ്പോഴും ബ്ലൗസിന് ഹെമ്മിങ്ങിന് വേണ്ടി സ്റ്റിച്ച് ചെയ്യുമല്ലോ, അതേപോലെ തന്നെ 1/4 ഇഞ്ച് അല്ലെ എത്രയാണ് നിങ്ങൾ തയ്യൽ തുമ്പ് വിട്ട് സ്റ്റിച്ച് ചെയ്യുക ആ വീതിക്ക് തയ്യൽ തുമ്പ് വിട്ടിട്ട് ആ റൗണ്ട് മുഴുവനും ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ആ റൗണ്ട് മുഴുവനും ഒന്ന് കുതഞ്ഞെടുക്കുക കേട്ടോ, ആ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ചെയ്യുക, അല്ല ആ വളവിൽ മാത്രം ഒന്ന് കുതഞ്ഞു കൊടുക്കുക. പിന്നെ ഇനി നിങ്ങളുടെ അടുത്ത് പൈപ്പിങ്ങിൻ്റെ ത്രെഡ് ഉണ്ടാവുമല്ലോ, വലുതോ ചെറുതോ ഏതാണ് നിങ്ങൾക്ക് വെക്കേണ്ട ആ പൈപ്പിംഗ് ത്രെഡ് എടുക്കുക. പിന്നെ അതിൻ്റെ ഫുഡ് മാറ്റി കൊടുക്കണമല്ലോ, നമ്മൾ 1 സൈഡ് ഫുഡ് ഇട്ടാലാണ് പൈപ്പിംഗ് ഒന്നും കൂടി ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് ആ ഫുഡൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ 1 സൈഡ് ഫുഡ് മാറ്റിയിട്ടുണ്ട്. ഇതെനിക്ക് റൈറ്റ് സൈഡ് ആയതുകൊണ്ട് ഞാൻ റൈറ്റ് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഏത് ഫുഡാണോ അപ്പോൾ അതുമാതിരി നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ റൈറ്റ് സൈഡിൽ നിന്നാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ പൈപ്പിങ്ങിൻ്റെ ത്രെഡ് വെക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നോക്കുക കേട്ടോ. നമ്മളിപ്പോൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ക്രോസ് പീസ്, ആ ക്രോസ് പീസിലാണ് ഇത് വെക്കേണ്ടത്. ആ സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വെക്കുക. വെച്ചിട്ട് ഇതിന് ഇതേപോലെ ബാക്കിലേക്ക്, അതായത് ചീത്ത വശത്തിലേക്ക് തിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം തിരിച്ചിട്ട് ആ പൈപ്പിങ്ങിൻ്റെയും ക്ലോത്ത് ഉണ്ടല്ലോ, മെയിൻ ക്ലോത്ത്, അതിൻ്റെയും ഇടയിലായിട്ടാണ് കേട്ടോ സ്റ്റിച്ചിങ് വരേണ്ടത്. പൈപ്പിങ്ങിൻ്റെ മുകളിലേക്ക് ഒരിക്കലും സ്റ്റിച്ച് ചെയ്യരുത്. അതേപോലെ തന്നെ നമ്മുടെ മെയിൻ പീസിലേക്കും ഒരുപാട് നീങ്ങിപ്പോയരുത്. ഈ രണ്ടിൻ്റെയും ഇടഭാഗത്തായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നല്ല പൈപ്പിംഗ് മാത്രം, അതായത് പൈപ്പിങ്ങിൻ്റെ ത്രെഡ് എത്രയാണോ വീതിയുള്ളത് ആ വീതി മാത്രം ഈ ക്രോസ് പീസ് പുറത്തേക്ക് വരുന്ന പോലെ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് ഉരുട്ടി നോക്കിയിട്ട് പൈപ്പിങ്ങിൻ്റെ മാത്രം എടുക്കുക. കയ്യിൽ ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. കറക്റ്റ് ആ പൈപ്പ് മാത്രം, അതായത് പൈപ്പിങ്ങിൻ്റെ ത്രെഡ് വരും. എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ആ റൗണ്ട് മുഴുവനും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇത് സിമ്പിളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ആദ്യം പൈപ്പിംഗ് അടിച്ചിട്ട് പിന്നെ കഴുത്തിൽ വെക്കുക, പിന്നെ എക്സ്ട്രാ പീസ് വെച്ചിട്ടൊക്കെ തിരിച്ചെടുക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ്. ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല സിമ്പിളായിട്ട് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ നെക്ക് മുഴുവനും സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതിൻ്റെ നമ്മുടെ പഴയ ഫുഡ് ഉണ്ടല്ലോ അതന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിന് സിംഗിൾ ഫുഡ് പറ്റില്ല. അപ്പോൾ ഡബിൾ സൈഡ് ഫുഡ് ഇട്ടിട്ട് നമ്മുടെ ബാക്ക് സൈഡ് ഇതേപോലെ 1/4 ഇഞ്ച് മടക്കി അടിക്കുക. നിങ്ങൾക്ക് എത്രയാണോ 1/4 ഇഞ്ച് വീതി വേണമെങ്കിൽ 1/4 ഇഞ്ച് വീതിക്ക് മടക്കി അടിക്കുക. അല്ല 1/2 ഇഞ്ച് വേണമെങ്കിൽ 1/2 ഇഞ്ച്, നിങ്ങൾക്ക് ഏതാണോ അതായത് കംഫർട്ടബിളായിട്ടിരിക്കുക അതുപോലെ 1/4 ഇഞ്ച് 1/2 ഇഞ്ച് വെച്ചിട്ട് ഇത് നെക്ക് മുഴുവനും ഇതേപോലെ മടക്കി അടിച്ച് കൊടുക്കുക കേട്ടോ. ക്രോസ് പീസ് നല്ല ക്രോസിൽ വലിയുന്ന പോലത്തെ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇപ്പോൾ ക്രോസ് പീസ് എങ്ങനെയാണ് അളവൊന്നും എടുക്കാതെ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. അപ്പോൾ ഇത് മുഴുവനും അടിച്ചെടുത്താൽ നമുക്ക് ബാക്ക് സൈഡും ഫ്രണ്ടും രണ്ടും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് വെറും 3 സ്റ്റിച്ച്, അതായത് ആദ്യം നമ്മൾ ക്രോസ് പീസ് വെച്ചടിച്ചു, പിന്നെ പൈപ്പിങ്ങും, പിന്നെ ലാസ്റ്റ് ഇപ്പോൾ ചെയ്യുന്ന ഈ മെത്തേഡും കൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നെക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.